ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ഉണക്കമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 സവാള നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് തീ കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലോട്ട് നമ്മളെ വീഡിയോ എത്തത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആദ്യമേ ഇതിനകത്തൊക്കെ ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 2 സ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മസാലപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും. ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 2 വലിയ വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മസാലയെല്ലാം ഈ വഴുതനയിലോട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പുളിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. അത് നമ്മൾ ദാണ്ട ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. പുളിവെള്ളം എല്ലാം ഈ വഴുതനങ്ങയ്ക്കകത്ത് പിടിച്ച് വറ്റി വരുന്നുണ്ട്. വഴുതനങ്ങ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് വാടാനുണ്ട്. ഉപ്പൊക്കെ നമുക്ക് നോക്കണം പാകത്തിന് കിട്ടിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അതൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെക്കാം. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ വഴുതനങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു
1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരുപാട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കെടുക്കാം. നമ്മളത് വേവിച്ച് ഉള്ളിയൊക്കെ വാട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ ഉപ്പ് ഇച്ചിരി തോനെ ഇട്ടങ്ങ് വെക്കണം. അപ്പോഴേ നമുക്ക് ഈ വഴുതനങ്ങയിലെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.